എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളായിക്കോട്ടെ, ഇതുവരെ ലഭിക്കാത്ത വിദ്യാർത്ഥികളായിക്കോട്ടെ, ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളായിക്കോട്ടെ, രജിസ്റ്റർ ചെയ്തിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരായിക്കോട്ടെ, കിട്ടിയ സീറ്റ് നഷ്ടമായവരും, ലഭിച്ച സീറ്റ് സ്വന്തം താല്പര്യപ്രകാരം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമില്ലാത്തത് കാരണം ലഭിച്ച സീറ്റ് നോൺ ജോയിനിങ് അഡ്മിഷൻ എടുക്കാതിരുന്ന വിദ്യാർത്ഥികളായാലും നിങ്ങൾക്കും കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ വീണ്ടും അവസരമുണ്ട്. അഡ്മിഷൻ സെപ്റ്റംബർ 6 വരെ നീട്ടി സർവകലാശാല ഉത്തരവായി. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സെമസ്റ്ററുകൾ, പരീക്ഷ, എക്സാം സംബന്ധമായ വിവരങ്ങൾക്കും മറ്ററിയിപ്പുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഷെയർ ചെയ്തിരിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 സ്റ്റുഡൻസ് വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അഡ്മിഷൻ ക്ലോസ് ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അഡ്മിഷനിൽ അവസാന ഘട്ടത്തിലായതുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് നേരെ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാം, ഇത് ബാധകമാണ്. പല വിദ്യാർത്ഥികളും കൂടുതലായി കമൻറ്റ് ചോദിക്കുന്നുണ്ട്, എനിക്ക് അഡ്മിഷൻ ലഭിച്ചതാണ്, എനിക്ക് ഓൾറെഡി ഒരു കോളേജിൽ സീറ്റ് ഉണ്ട്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, മറ്റു കോളേജിൽ വേക്കൻസി ഉണ്ടെങ്കിൽ പോകാൻ സാധിക്കുമോ? അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്ന പല യൂണിവേഴ്സിറ്റികളിലും എന്ത് ചെയ്യാൻ സാധിക്കാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലായാലും, കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലായാലും, MG യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലായാലും, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ കഴിയാറില്ല. അത് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ കഴിയാത്ത പോയ വിദ്യാർത്ഥികൾക്കുമൊക്കെയാണ് അവസരം കൊടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കായാലും ഒരു സംശയമാണ്, ഒരു കോളേജിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് വഴി വന്നതാണ്, അപ്പോൾ എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റുമോ, മാറാൻ പറ്റുമോ? അത് പല വിദ്യാർത്ഥികളുടെ അഭിപ്രായമാണ്. എന്നാൽ അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനൊരു പരിധി വെക്കുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഡേറ്റ് ഇപ്പോൾ സെപ്റ്റംബർ 6 വരെ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരു കാര്യം പറയുന്നില്ല, ഇത്ര നിബന്ധനകളുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ സാധിക്കുക, രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക, അതായത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നില്ല. അതിന് കാരണം മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ സർക്കുലർ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സർക്കുലർ വന്നപ്പോൾ അത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു, MG യൂണിവേഴ്സിറ്റിയുടെ ഫേസ് 4 ഇട്ടിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്പോട്ട് അഡ്മിഷൻ ഇട്ടിരുന്നു, അപ്പം ലേറ്റ് രജിസ്ട്രേഷൻ ഇട്ടിരുന്നു. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ സർക്കുലർ വായിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ സാധിക്കുന്നത് എന്താണ്, നിലവിൽ ഏതെങ്കിലും കോളേജിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് നമ്മൾ കാണാറ്. പക്ഷേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ അങ്ങനെ ഒരു നിബന്ധന അവർ മുന്നോട്ട് വെക്കുന്നില്ല. സർവകലാശാലയുടെ സ്പോട്ട് അഡ്മിഷൻ്റെ സർക്കുലർ വന്നപ്പോൾ, സ്പോട്ട് അഡ്മിഷൻ്റെ സർക്കുലർ ജൂലൈ 17-ാം തീയതി, ഇന്നോ സെപ്റ്റംബർ ആയി, ജൂലൈ 17-ാം തീയതി സർവകലാശാല പുറത്തുവിട്ട സർക്കുലർ പ്രകാരം സ്പോട്ട് അഡ്മിഷനിൽ എന്ത് ചെയ്യാം, നിലവിൽ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ കൊടുത്തിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ലഭിച്ച സീറ്റ് നഷ്ടമായ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും നോൺ ജോയിനിങ് ആയ വിദ്യാർത്ഥികൾക്കും എന്നിങ്ങനെയല്ല. നമ്മളിപ്പോൾ ചില പരീക്ഷകളൊക്കെ പറയില്ലേ, ഇപ്പം CUET എക്സാം, നീറ്റ് എക്സാം അങ്ങനെയൊക്കെ ഉള്ളത് പറയുമ്പോൾ ഓൾ ഇന്ത്യ എക്സാമാണ്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ളവർക്കും, അത് ഇന്ന ആൾക്കാർക്ക് മാത്രം, അതായത് ഇത്ര വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റുക എന്ന് പറയാറില്ല. പക്ഷേ പരീക്ഷ ഇന്ന വിഭാഗത്തിന് മാത്രമല്ലോ, ഓൾ ഇന്ത്യ എക്സാം ആണല്ലോ നീറ്റ്, CUET എക്സാം എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ആർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്പോട്ട് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കും. നിങ്ങളൊരു അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടിയാണോ, നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണോ, നിനക്ക് സ്പോട്ട് അഡ്മിഷന് കൊടുക്കാം. ഇനി ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷ കൊടുത്തു, നിനക്ക് ഒരു കോളേജിൽ നിന്ന് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ നിനക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും. എന്നാൽ നീ കിട്ടിയ സീറ്റ് എന്ത് ചെയ്തു, നഷ്ടമായി പോയ വിദ്യാർത്ഥിയാണത്. കിട്ടിയ സീറ്റ് നീ
ഒന്നെങ്കിൽ ഒന്നെങ്കിൽ നിനക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നീ കളഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം, നിൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. അതായത് എന്താണ്, നിൻ്റെ എന്തെങ്കിലും പേഴ്സണൽ കാരണം കിട്ടിയ അഡ്മിഷൻ എടുക്കാതെ പോയത് കാരണം നോൺ ജോയിനിങ് ആയ വിദ്യാർത്ഥിയാണോ, എന്നാൽ നിനക്കും പിന്നെ ഇതുവരെ നീ ഒരു വിദ്യാർത്ഥി ഇതുവരെ നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓൾ ഇന്ത്യ ഇപ്പം നീറ്റ് CUET എക്സാം എന്നൊക്കെ ഓൾ ഇന്ത്യ എക്സാമാണ്. അത് ഇന്ന വിഭാഗത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഇന്ന വിഭാഗത്തിന് മാത്രമല്ല എഴുതാൻ പറ്റുന്നത് എന്നിങ്ങനെ പറഞ്ഞല്ലോ. ഇന്ത്യയിലെ എല്ലാവർക്കും, ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളില്ലാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എഴുതാൻ പറ്റിയ പരീക്ഷയൊക്കെയാണ് നീറ്റ്, കീം എന്ന് എല്ലാവർക്കും ഓൾ ഇന്ത്യ എക്സാമാണ്. അതുപോലെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്പോട്ട് അഡ്മിഷൻ. എന്താണ്, ആർക്കും അപ്ലൈ ചെയ്യാം, അതിനൊരു നിബന്ധന അവർ മുന്നോട്ട് വെക്കുന്നില്ല, ആർക്കും അപ്ലൈ ചെയ്യാം. അതുമ്പോൾ തന്നെ ലഭിച്ച വിദ്യാർത്ഥി, നിനക്കൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു, നീ അവിടെ പഠനം തുടരുന്ന ഒരു വിദ്യാർത്ഥിയാണോ എങ്കിൽ നിനക്കും, ലഭിക്കാത്തവർക്കും, ലഭിച്ച സീറ്റ് നഷ്ടമായവർക്കും, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്കും, നോൺ ജോയിനിങ് ആയവർക്കും എന്നിങ്ങനെ എല്ലാ വിദ്യാർത്ഥികളും +2 ജയിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും എന്ത് ചെയ്യാൻ സാധിക്കും, കണ്ണൂർ സർവകലാശാലയുടെ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. +2 എലിജിബിൾ ആയിരിക്കണം, ആ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതാ സെപ്റ്റംബർ 6 വരെ എന്ത് ചെയ്തിരിക്കുകയാണ്, അപേക്ഷാ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ് സർവകലാശാല. നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോളേജിൽ പഠനം തുടരുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ പോലും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും, മറ്റൊരു കോളേജിലേക്ക് പോകാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിനായി സർവകലാശാല കൃത്യമായി തന്നെ സർക്കുലറിൽ പറയുന്നുണ്ട്. എന്താണ്, 2024-25 അധ്യയന വർഷത്തിലെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അവസാന തീയതി 6/9/2024 വരെ നീട്ടി. എന്താണ്, 6/9/2024 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനായി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, സർവകലാശാല വെബ്സൈറ്റിൽ, അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തോ, ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരുപാട് അഡ്മിഷൻ, UGൻ്റെയും ഡിഗ്രിയുടെയും PGയുടെയും BEdൻ്റെയും MEdൻ്റെയും ഡിപ്ലോമ കോഴ്സുകളൊക്കെ അഡ്മിഷൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യം കാണുന്നൊരു ലിങ്കാണ് അഫിലിയേറ്റഡ് കോളേജ് ഓഫ് UG പ്രോഗ്രാംസ് എന്ന്. അഫിലിയേറ്റഡ് കോളേജസ് ഓഫ് UG പ്രോഗ്രാംസ് എന്ന് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ലോഗിൻ പേജ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ അടിയിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണും. അതിൻ്റെ അടിയിൽ കുറേ ലിങ്കുകൾ കാണാൻ സാധിക്കും. ആ ലിങ്കുകളുടെ ഇടയിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നോഡൽ ഓഫീസർ ഇൻചാർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നോഡൽ ഓഫീസർ ഇൻചാർജ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കണ്ണൂർ സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോളേജുകളുടെയും നോഡൽ ഓഫീസർമാരുടെ നമ്പർ അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം, ഞാനിപ്പം നോഡൽ ഓഫീസറുടെ നമ്പർ, എനിക്കിപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് വിദ്യാനഗർ കോളേജിലെ നോഡൽ ഓഫീസറുടെ നമ്പറാണ് വേണ്ടതെങ്കിൽ ഞാൻ ആ നോഡൽ ഓഫീസർ ഇൻചാർജ് നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അതിൽ ആ സെലക്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കോളേജുകളുടെ ലിസ്റ്റ് വരും. അതിൽ കാസർഗോഡ് വിദ്യാനഗർ കോളേജ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോഡൽ ഓഫീസറുടെ പേര്, നോഡൽ ഓഫീസറുടെ മൊബൈൽ നമ്പർ, കോളേജിൻ്റെ അഡ്രസ്സ്, നോഡൽ ഓഫീസറെ ബന്ധപ്പെടാനുള്ള ഇമെയിൽ ID, Gmail ID എന്ന് ഇത്രയും വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇനി കാസർഗോഡ് വിദ്യാനഗർ കോളേജ് മാത്രമല്ല, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോളേജുകളിലെയും കിട്ടും. അത് നെഹ്റു കോളേജ് ആയാലും, എളരിത്തട്ട് കോളേജ് ആയാലും, തലശ്ശേരി ഭരണം കോളേജ് ആയാലും, ഏത് കോളേജ് ആയാലും നിങ്ങൾ ആ കോളേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കരിന്തളം കോളേജ് ആയാലും, ഉദുമ കോളേജ് ആയാലും, പെരിങ്ങം കോളേജ് ആയാലും, ഏത് കോളേജായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഇനി സെൽഫ് ഫിനാൻസ് കോളേജ് ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ലിസ്റ്റും അതിൽ കാണും. എല്ലാം അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ കോളേജുകളുടെ ലിസ്റ്റ് ഒന്നിച്ചാണ് കിടക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ നോഡൽ ഓഫീസറുടെ നമ്പർ കിട്ടും. ആ നോഡൽ ഓഫീസറുടെ മൊബൈൽ നമ്പറാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ആ മൊബൈൽ നമ്പർ, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ പ്രവേശനം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കോളേജിലെ നോഡൽ ഓഫീസറുടെ നമ്പറിലേക്ക് നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുക. സാറേ, ഞാൻ ഇന്നൊരു വിദ്യാർത്ഥിയാണ് വിളിക്കുന്നത്, ആ കോളേജിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഉദാഹരണത്തിന് BA ഹിസ്റ്ററിക്കാണ് പ്രവേശനം ആഗ്രഹിക്കുന്നതെങ്കിൽ ചോദിക്കുക, എന്താണ്, സാറേ അവിടെ ആ കോളേജിൽ, ഇപ്പം ഞാൻ കാസർഗോഡ് വിദ്യാനഗർ കോളേജിലേക്കാണ് വിളിക്കുന്നത് വിചാരിച്ചോ. ഹലോ സാർ, കാസർഗോഡ് വിദ്യാനഗർ കോളേജിൽ BA ഹിസ്റ്ററിക്ക് സീറ്റുണ്ടോ,
പ്രവേശനം 6-ാം തീയതി വരെ സർവകലാശാല നീട്ടിയിട്ടുണ്ടല്ലോ. അപ്പം സീറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അവിടെ വന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? അങ്ങനെ നോഡൽ ഓഫീസർ നീ എന്ത് ചെയ്തോ, നാളെ വന്ന് അഡ്മിഷൻ എടുത്തോ എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളും കൊണ്ട് ചെന്ന് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് നടക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ തുടരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് തടസ്സമില്ലെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ അക്കാഡമി. ടൈം ഫോർ വാച്ചിങ്. ബൈ.